CPM-നെതിരെ സമരം ചെയ്യാൻ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനും ഇവിടെ വന്നിരുന്ന മറ്റു നേതാക്കന്മാരുണ്ടല്ലോ അവർക്കൊന്നും നട്ടലിന് ഉറപ്പ് പോരാ. അടികിട്ടൊന്ന് പേടിച്ചിട്ടാണോ അതോ നിങ്ങളുടെ ചങ്ങാത്തമാണോ? സിന്ധുമോളൊന്ന് പറയണം. എന്തുകൊണ്ടാണ് CPM-ന്റെ ഓഫീസിലേക്കൊന്നും നിങ്ങൾ മാർച്ച് നടത്താതെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഒന്ന് പറയണം. ശ്രീ രാജു പി നായർ നേരത്തെ പറഞ്ഞതുപോലെ അഭിഭാഷക കമ്മീഷനാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചത്. വളരെ തന്ത്രപ്രധാനമായ റോളിൽ അവിടെ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ദേവസ്വം ബോർഡുമായിട്ട് ചില കാര്യങ്ങളിൽ തർക്കവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കൊടിമര പ്രതിഷ്ഠയ്ക്ക് 3 ദിവസം മുമ്പ് അന്നത്തെ ദേവസ്വം ബോർഡിന് കൂടുതൽ സ്വർണ്ണം ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷക കമ്മീഷൻ ഒരു കത്തയൊക്കെ ഉണ്ടായി. അതേക്കുറിച്ച് പിന്നീട് ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം, അതായത് ASP കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വാചകം വായിക്കാം. 7ാമത്തെ ഖണ്ഡിക ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടാണ് 2018. Even though I have informed the TDP that through devotees several kilograms of gold is being received at Shabarimala. The TDP has not released any gold. In that context, I wrote another letter to TDP intimating that there are only 3 days remaining for the Dwaja Pradishta. Until today, TDP has neither released the gold nor given me any reply. 200 ഗ്രാം സ്വർണ്ണമാണ് ഇദ്ദേഹം ചോദിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിലോ കണക്കിന് സ്വർണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു 200 ഗ്രാം സ്വർണം ചോദിച്ചിട്ട് തന്നില്ല ഈ നിമിഷം വരെ, ഈ ദിവസം വരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കത്തയക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിലോ കണക്കിന് സ്വർണം കിട്ടിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് ഈ അഭിഭാഷക കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചതാണെന്ന്. ഇതിന് വല്ല കണക്കുണ്ടോ? അല്ല അഭിലാഷ്, ഒന്നുകൂടി അത് വായിച്ചു നോക്കാവോ? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒന്നുകൂടി അത് വായിച്ചു നോക്കാവോ? എന്താ പറഞ്ഞിരിക്കുന്നത്? കൊടിമരത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഒരു കൊടിമരത്തിന്റെ സ്വർണ്ണഭൂഷത്തിന് വേണ്ടി കിലോ കണക്കിന് സ്വർണം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, കൊടിമരത്തിന് വേണ്ടി കിലോ കണക്കിന് സ്വർണം കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല. ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലോ. എന്താ പറയുന്നത്? ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കിട്ടുന്നുണ്ട്, ശരിയല്ലേ? ശബരിമലയിൽ കിലോ കണക്കിന് നോക്കൂ. ആ ഒറ്റ പാരഗ്രാഫ് അഭിലാഷ് അയച്ച ഒറ്റ പാരഗ്രാഫ് ആ കൊടിമരത്തിന്റെ നിർമ്മാണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തിരുന്ന റൈറ്റിയസ് പൊസിഷൻ വെളിവാക്കുന്നതാണ്. ശബരിമലയിലെ സ്വർണം എടുത്തുകൊണ്ട് ഇത് ചെയ്യാനല്ല, മറിച്ച് ഇതിനുള്ള എസ്റ്റിമേറ്റ് അനുസരിച്ച് സ്പോൺസറുടെ കയ്യിൽ നിന്ന് അതിനുള്ള പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തീർക്കണം. ശബരിമലയുടെ സ്വർണം എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറം ഒരു റൈറ്റിയസ് പൊസിഷൻ എന്താ ഉള്ളത്? അഭിലാഷ് എന്ന് പറ. മനസ്സിലായില്ലേ? ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി കടന്നു പോയിട്ട് വരാം. BJPക്ക് ഇപ്പോൾ CPM-നെ കുറിച്ച് പറയാനില്ല. BJPക്ക് കോൺഗ്രസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ചെറുതൻ തലോടിപ്പോയി. ഇവർക്ക് ഇതെന്താണെന്നറിയോ? BJP സമരം ചെയ്ത് ആരെടുത്താ? സമരം ചെയ്തിട്ടില്ല. CPM-ന്റെ ഓഫീസിലേക്ക് ഒരു സമരം നടത്തിയിട്ടുണ്ടോ BJP? പക്ഷേ BJP 2 സമരം നടത്തി. എവിടെയെന്നറിയോ? ഒന്ന് കൽപ്പറ്റയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലും 2 മുക്കത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലും. പ്രിയങ്ക ഗാന്ധിക്ക് ശബരിമലയിൽ 2019 സ്വർണ്ണക്കൊള്ളയിൽ എന്താ പങ്ക്? നിങ്ങളൊരു ഫോട്ടോ പിടിച്ചുകൊണ്ടല്ലേ? എന്നിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം ചെയ്ത് പ്രിയങ്ക ഗാന്ധി രാജിവെക്കണം എന്ന് പറഞ്ഞ ശുംഭത്തരം കാണിച്ചവരല്ലേ ഇവർ? ഇവർക്ക് എന്താ ആവശ്യം? ഇവർക്ക് CPM-നെ രക്ഷിച്ച് കോൺഗ്രസിന്റെ മേലേക്ക് ഇത് കൊണ്ടുവരണം. കാരണം ഇന്ത്യയിൽ മുഴുവനായിട്ട് കോൺഗ്രസ് ക്ഷേത്രക്കൊള്ള നടത്തി എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കലാണ് BJPയുടെ ആവശ്യം. അതുകൊണ്ട് CPM പ്രശ്നം എതറിയോ? 10ഓളം CPM-കാർ ജയിലിൽ കിടക്കുകയാണ്. കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങൾ. പക്ഷെ CPM-നെതിരെ സമരം ചെയ്യാൻ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനും ഇവിടെ വന്നിരുന്ന മറ്റു നേതാക്കന്മാരുണ്ടല്ലോ അവർക്കൊന്നും നട്ടലിന് ഉറപ്പ് പോരാ. അടികിട്ടൊന്ന് പേടിച്ചിട്ടാണോ അതോ നിങ്ങളുടെ ചങ്ങാത്തമാണോ? സിന്ധുമോളൊന്ന് പറയണം. എന്തുകൊണ്ടാണ് CPM-ന്റെ ഓഫീസിലേക്കൊന്നും നിങ്ങൾ മാർച്ച് നടത്താതെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഒന്ന് പറയണം. അപ്പൊ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണ്. ഒന്ന്. പിന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ ഒരു ഫോട്ടോയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തോട് പോയി ചോദിക്കുക. അന്ന് പോയി സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ചർച്ചയ്ക്ക് വരണം. അന്നുണ്ടായിരുന്ന ആളിപ്പോൾ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ? ചോദിച്ചിരുന്നോ എന്താ സംഭവിച്ചിരുന്നത് എന്നുള്ളത്? അതൊന്ന് ചോദിച്ചിട്ട് വാ. അത്ര എനിക്ക് BJPയോട് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, CPM നിങ്ങൾ ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം ഇന്നലെ വരെ മാത്രമായിരുന്നു വാലിഡ്. ഇന്നലെ വരെ നിങ്ങൾക്ക് ഈ പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം വാലിഡിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളുടെ വിജിലൻസ് കോടതി റിപ്പോർട്ട് പറയാൻ ആവശ്യപ്പെട്ടിട്ട് ആ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ അഭിഭാഷക കമ്മീഷനാണ്. ഇപ്പൊ കോടതിയുടെ നിഷ്പക്ഷതയോ അല്ലെങ്കിൽ കോടതി നിയോഗിച്ച ആളുടെ നിഷ്പക്ഷതയോ കുറ്റമോ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന പ്രോസസ്സ് മുഴുവൻ നടത്തിയത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടല്ലേ?
ഹൈക്കോടതി ഒരു അഭിഭാഷകന്റെ കമ്മീഷൻ അയച്ച ഹൈക്കോടതിയുടെ സാന്നിധ്യമല്ലേ അവിടുത്തെ. അവിടെ ഇത് മുഴുവൻ ഹൈക്കോടതിയോട് സംസാരിച്ച് എല്ലാ ആഴ്ചയും റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലേ കോടതിക്ക്. അപ്പോൾ അഭിഭാഷക കമ്മീഷനും ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു അഭിലാഷം പറയുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇത്രയും കാര്യം കഴിഞ്ഞ് ഹൈക്കോടതിക്ക് കൊടുത്ത് ആ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടതിന് ശേഷം അതിന്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? പക്ഷെ 2019 എന്താ സംഭവിച്ചത്? 2019 കോടതിയെ അറിയിച്ചില്ലെന്ന് മാത്രമല്ല, കോടതിയുടെ 11ഓളം വരുന്ന ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുകയാണ് 2024 ജൂലൈയിൽ 2019 ക്രമക്കേട് മറച്ചുവെക്കുന്നതിന് വേണ്ടി 2024 ജൂലൈയിൽ ഒരു അനാവശ്യ തിടുക്കമുണ്ടാക്കി. മണ്ഡലകാലം വരുന്നതിന് മുമ്പ് ഇത് ശരിയാക്കണം, അതുകൊണ്ട് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിടണം എന്ന് പറഞ്ഞൊരു തിടുക്കമുണ്ടാക്കി. എന്നിട്ട് കോടതി അനുമതി കൊടുത്തില്ല. 2025 ജാനുവരിയിൽ മണ്ഡലകാലം തീർന്നു. അത് കഴിഞ്ഞ് 2025 ജൂലൈ വരെ പിന്നെ ഒരു തിടുക്കവും ഇല്ല. 2025 ജൂലൈ ആയപ്പോൾ വീണ്ടും തിടുക്കുണ്ടാക്കി. എന്നിട്ട് കോടതി എന്താ പറഞ്ഞത്? 2019 ക്രമക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി വീണ്ടും അനാവശ്യ തിടുക്കം കൃത്രിമമായി തിടുക്കം കൊടുത്തുവിടാൻ വേണ്ടി ഇടക്കാല ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.